കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഏറെ ചർച്ചയായ ഒരു വിഷയത്തിലേക്കാണ് വാർത്താരംഭം ആദ്യം കടക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ടിപ്പറിൽ നിന്നും കല്ല് തെറിച്ച മുക്കോല സ്വദേശിയായ വിദ്യാർത്ഥി അനന്തു മരിച്ച സംഭവത്തിൽ കൈമലർത്തിയ അദാനി ഗ്രൂപ്പ്. അപകടം പദ്ധതി പ്രദേശത്തിന് പുറത്തായതിനാൽ ഉത്തരവാദിത്തമില്ലെന്ന നിലപാടിലാണ് അദാനി ഗ്രൂപ്പ്. ടിപ്പർ പരിശോധനയിൽ പോലീസിന് വീഴ്ചയുണ്ടെന്ന് ആവർത്തിക്കുകയാണ് നാട്ടുകാർ. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് 10 മണിക്ക് ചേരും. ജില്ലാ കളക്ടറുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടും യോഗത്തിൽ അവതരിപ്പിക്കും. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. ഡാൻ, തങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന് പറഞ്ഞ് അദാനി ഗ്രൂപ്പ് ഒഴിയുമ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധമുയരുകയാണ്. സുരക്ഷയിലാണോ, കൂടുതൽ ലോഡ് കയറ്റിയാണോ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വിഴിഞ്ഞത്തേക്ക് പോകുന്നത് എന്നുള്ള കാര്യത്തിലുള്ള പരിശോധന എത്രമാത്രം നടക്കുന്നുണ്ട് എന്നുള്ള ചോദ്യം ഇപ്പോഴും തുടരുകയല്ലേ? അശ്വതി, തീർച്ചയായിട്ടും ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടി അടക്കം അനന്തവിന്റെ വീട് സന്ദർശിച്ചിരുന്നു. അപ്പോൾ കുടുംബാംഗങ്ങളെ അടക്കം അറിയിച്ചത് അദാനി ഗ്രൂപ്പുമായിട്ട് ഇക്കാര്യം ചർച്ച ചെയ്ത് നഷ്ടപരിഹാരം നേടിത്തരുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഉണ്ടാക്കുമെന്നാണ്. പക്ഷെ അതിന് പിന്നാലെയാണ് അദാനി ഗ്രൂപ്പ് ഇക്കാര്യത്തിൽ അവരുടെ നടപടികളുമായി പോകുന്നത്. അവർ പറയുന്നത് പദ്ധതി പ്രദേശത്തല്ല അവൻ സംഭവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിന്റെ ഉത്തരവാദിത്വം തങ്ങൾക്ക് ഏറ്റെടുക്കേണ്ട ആവശ്യം ഇല്ല എന്ന നിലപാടാണ്. മാത്രവുമല്ല, ഈ കരിങ്കൽ എത്തിക്കുന്ന കരാർ കമ്പനിയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അദാനി ഗ്രൂപ്പ് നേരിട്ടല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സ്വാഭാവികമായി അതിന്റെ ഉത്തരവാദിത്വം തങ്ങൾക്കില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ഈ അദാനി ഗ്രൂപ്പ് ഉള്ളത്. എന്തായാലും രാവിലെ 10 മണിക്കാണ് ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിന്റെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേരുന്നത്. ഈ സർവകക്ഷി യോഗത്തിൽ സ്വാഭാവികമായി നഷ്ടപരിഹാരം കുടുംബത്തിന് നൽകണം എന്ന കാര്യം പൊതുവായി ചർച്ചയായി വരും. അവിടെ ജില്ലാ കളക്ടർ തയ്യാറാക്കിയിരിക്കുന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടും ഈ സർവകക്ഷി യോഗത്തിൽ വായിക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. എന്തായാലും ഈ സർവകക്ഷി യോഗത്തിന്റെ കൂടി അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നിലപാട് അറിയിക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അശ്വതി, ഞാൻ ഒരു കാര്യം കൂടി, കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കുകയുണ്ടായി. ഇന്നലെ വൈകുന്നേരമാണ് പനവിളയിൽ ടിപ്പർ ലോറി ഇടിച്ച് സുധീർ എന്ന അധ്യാപകൻ മരിച്ചത്. ആ വിഷയത്തിൽ കൂടി ഇത്തരത്തിൽ വിഷയങ്ങൾ, ഇങ്ങനത്തെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴെങ്കിലും പോലീസ് പരിശോധന, ടിപ്പറുകളുടെ വേഗതയിലായാലും മറ്റു കാര്യങ്ങളിലായാലുമുള്ള പരിശോധന നടത്തുമെന്നോ അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? അശ്വതി, വേഗത എന്നതിനപ്പുറത്തേക്ക് സമയക്രമത്തിൽ തിരക്കുള്ള സമയത്ത് ടിപ്പറുകൾ ഈ റോഡുകളിലൂടെ പോകുന്നത്, ഈ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുന്ന ഉദ്യോഗസ്ഥർ മറ്റും ജീവനക്കാരും മറ്റും സ്ഥാപനങ്ങളിലേക്ക് ജോലിക്കായി പോകുന്ന സമയത്ത് അമിത വേഗത്തിൽ ടിപ്പറുകൾ ഇറിപ്പായുന്നത് നേരത്തെയും അപകടങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അങ്ങനെയാണ് ടിപ്പറുകൾ ഓടുന്ന സമയത്ത് മിതപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവുകളൊക്കെ വന്നത്. പക്ഷെ പിന്നീട് അത് മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇങ്ങനെ അപകടങ്ങൾ തലസ്ഥാന ജില്ലയിൽ അടക്കം തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ നടപടികൾ അതുമായി ബന്ധപ്പെട്ട മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്നടക്കം ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതായുള്ള ഔദ്യോഗികമായ സൂചനകളൊന്നും ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടുമില്ല. അശ്വതി, ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ജില്ലാ കളക്ടർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് 10 മണിക്ക് ചേരുമ്പോൾ എന്ത് കാര്യമാണ് ഇതിൽ തീരുമാനമുണ്ടാകുക, ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ അടക്കമുള്ള ചർച്ച അതിലേക്ക് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട